الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين فإن لم تفعلوا فأذنوا بحرب من الله ورسوله وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون. സത്യവിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും ധാരാളമായി നമ്മിൽ വർഷിക്കുമാറാവട്ടെ. പ്രയാസപ്പെടുന്ന രോഗികളായി കഴിയുന്ന ധാരാളം സഹോദരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനകൾക്ക് അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഏതു സമയത്ത് എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുവാനുള്ള തൗഫീഖ് നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 278, 279 ആയത്തുകളാണ് ഓതിവെച്ചത്. പാപങ്ങളെ കൂട്ടത്തിൽ വലിയ പാപമായ അല്ലാഹു തആല പരിചയപ്പെടുത്തിയ 7 വൻപാപങ്ങൾ, അതിലൊന്നായ പലിശയുമായി ബന്ധപ്പെട്ടാണ് സൂറത്തുൽ ബഖറയിലെ ഏതാണ്ട് 4-5 ആയത്തുകൾ അല്ലാഹു തആല പരാമർശിക്കുന്നു. 276 ആയത്തിൽ പലിശയുമായി ബന്ധപ്പെട്ടാണ് അധ്യാപനമുള്ളത്. ശേഷം 78, 79 ഒക്കെ അതിന്റെ തുടർച്ചയായ ചില കാര്യങ്ങൾ പരാമർശിക്കുന്നു. അവസാനം അല്ലാഹു തആല പേജിന് അവസാനം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകമായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ഏറെ ഗൗരവമായി കാണേണ്ടുന്നതും
ഇന്ന് നമ്മളെല്ലാം പരീക്ഷിക്കപ്പെട്ടതുമായ വിഷയമാണ് പലിശ എന്നത്. ഒരു നിലയ്ക്ക് മറ്റൊരു നിലയ്ക്ക് പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ സാഹചര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകവ്യാപകമായി സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ രീതികൾ ഇന്ന് അങ്ങനെയാണ്. ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തവരില്ല, മൊബൈലിൽ ഗൂഗിൾ പേ സംവിധാനം ഇല്ലാത്തവരില്ല. അത് കഴിയില്ല എന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ നീങ്ങുന്നത്. പലിശയുടെ ഒരു പുകയെങ്കിലും ഏൽക്കാത്തവർ ആരുമില്ലാത്ത കാലം വരുമെന്ന സൂചനകൾ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാകുന്നതാണ് ഈ ചുറ്റുപാടുകൾ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിവിന്റെ പരമാവധി റബ്ബിനെ സൂക്ഷിക്കുക എന്നതാണ് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്കവിടെ ചെയ്യാനുള്ളത്. ഒരു തിന്മ എത്ര വ്യാപകമായാലും ശരി, എല്ലാവരും ആ തിന്മയുടെ ഭാഗമായി മാറിയാലും ശരി, ഒരു ഹറാമും ഹലാലായി മാറുന്നില്ല എന്നതാണ് ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ടുന്ന പാഠം. ആരാണ് ചെയ്യാത്തത്, ആരാണൊക്കെ നോക്കുന്നത്, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ എന്നതൊന്നും ഒരു ഹറാം അല്ലാതിരിക്കാനുള്ള ന്യായമല്ല. ഹറാമുകൾ തന്നെയാണ്. അല്ലാഹു തആല ഒരു കാര്യം പാടില്ല എന്ന് നിശ്ചയിച്ചാൽ, അത് ഹറാമാണെന്ന് പറഞ്ഞാൽ അതിൽ വ്യത്യസ്തമായ തത്വങ്ങൾ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നുണ്ടാകും. ആ തത്വങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് ഹറാമായത്. അതിനാൽ നമ്മൾ എന്തൊക്കെ ഞാൻ പറഞ്ഞാലും ഒരു ഹറാം ഒരിക്കലും ഹറാമല്ലാതിരിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൽ പലിശയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പരാമർശങ്ങൾ തന്നെ അതിൽ ഗൗരവത്തെ സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞു, ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ് എന്നാണ്. പലിശ ഭക്ഷിക്കുന്ന ആളുകൾ, അല്ലദീന യഅകുലൂന റിബ, പലിശ ഭക്ഷിക്കുന്ന ആളുകൾ അവർ എഴുന്നേൽക്കുകയില്ല, ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, പിശാചു ബാധയേറ്റ് മടഞ്ഞു വീഴുന്നവനെ പോലെയല്ലാതെ എഴുന്നേൽക്കാനാവില്ല എന്നാണ് സൂറത്തുൽ ബഖറയിലെ 275-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു. അഥവാ പലിശയുമായി ബന്ധപ്പെടുന്ന, പലിശ ഭക്ഷിക്കുന്ന, പലിശ വാങ്ങുന്ന ആളുകൾ നാളെ പരലോകത്ത് വരുമ്പോൾ മഹ്ശറിൽ അവർക്ക് എല്ലാവരെയും പോലെ നിൽക്കാൻ പോലും സാധ്യമല്ല, എഴുന്നേൽക്കാൻ പോലും കഴിയില്ല. എഴുന്നേൽക്കുമ്പോഴേക്ക് വീണ്ടും മറിഞ്ഞു വീഴുന്ന പിശാചു ബാധയേറ്റവനെ പോലെ മര്യാദക്ക് നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യം നാളെ പരലോകത്തുണ്ടാകുമെന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്ന അല്ലാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നു, ഇത് പരലോകത്തേക്ക് മാത്രമുള്ള നിയമമല്ല എന്നാണ്. ഇത് ആഖിറത്തിൽ മാത്രമുള്ള കാര്യമല്ല. ദുനിയാവിലും അത് കാണപ്പെടുന്ന കാര്യമാണ്. അവർക്ക് പെട്ട സമ്പാദ്യം ഉണ്ടായേക്കാം, അവർക്ക് നല്ല വാഹനങ്ങളും വലിയ വീടുകളും എല്ലാം ഉണ്ടായേക്കാം. പക്ഷേ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ഇല്ലാതെ, സമാധാനമില്ലാതെ, ഇതെല്ലാം ഉണ്ടായിട്ടുമെന്ന് മര്യാദക്ക് കടന്നുറങ്ങാൻ പോലും കഴിയാതെ, ഒരു സമാധാനമില്ലാത്ത സാഹചര്യം ദുനിയാവിൽ തന്നെ അനുഭവിക്കുന്നുവെങ്കിൽ ഈ ആയത്തിന്റെ വിശാലത്വത്തിൽ അതും ഉൾപ്പെടുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ നമുക്ക് കാണാൻ സാധിക്കും. സമ്പത്തുണ്ട് കൈകളിൽ, പക്ഷേ ആ സമ്പത്ത് കൊണ്ട് സമാധാനം ലഭിക്കുന്നില്ല എന്നാണ് അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ റൂമിൽ അല്ലാഹു തആല പറഞ്ഞു, വമാ ആതൈതും മിൻ റിബ ലിയർബു ഫീ അംവാലിൻ നാസ് ഫലാ യർബു ഇൻദല്ലാഹ്. ജനങ്ങളുടെ സമ്പത്തിൽ വർധനമുണ്ടാകാൻ വേണ്ടി എന്തൊക്കെ പലിശകൾ നിങ്ങൾ നൽകുന്നുവെങ്കിലും ശരി, ഫലാ യർബു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ പക്കൽ അതിന് വളർച്ച ഉണ്ടാവുക ഇല്ല എന്നാണ്. വളരുകയില്ല പടച്ചറബിന്റെ പക്കൽ. സമ്പത്ത് വളരാനാണ് പലിശ വാങ്ങുന്നത്, സാമ്പത്തിക നേട്ടങ്ങൾക്കാണ് പലിശ വാങ്ങുന്നത്, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാനാണ് പലിശയുമായി ബന്ധപ്പെടുന്നത്. പക്ഷേ അതൊന്നും പടച്ചറബിന്റെ പക്കൽ വളർച്ചയാവുകയില്ല, സമ്പത്ത് വളരുകയില്ല, അത് സമ്പാദ്യമായി കണക്കാക്കാൻ കഴിയുകയില്ല എന്നാണ് സൂറത്തുൽ റൂമിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്.
സൂറത്ത് ആലി ഇംറാൻ അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു റിബാ അദ്ആഫൻ മുദാഅഫ, വിശ്വാസികളെ ഇരട്ടിക്കിരട്ടിയായി നിങ്ങൾ പലിശ ഭക്ഷിക്കരുതേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വദറു മാ ബഖിയ മിനൽ റിബാ, അല്ലയോ വിശ്വാസികളെ ഇത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വദറു മാ ബഖിയ മിനൽ റിബാ, നിങ്ങൾക്ക് ബാക്കിയുള്ള പലിശ എന്തൊക്കെയാണെങ്കിലും അതെല്ലാം ഒഴിവാക്കണേ എന്നാണ്. വദറു, ഒഴിവാക്കണേ. ഈ ആയത്താണ് പലിശ ഹറാമായി കൊണ്ട് ഇറങ്ങുന്ന പ്രധാനപ്പെട്ട ഒരു വചനം. ഈ ആയത്തിറങ്ങുമ്പോൾ പലർക്കും പലിശ ലഭിക്കാനുണ്ട്, പലരും കൊടുക്കാനുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, വദറു മാ ബഖിയ മിനൽ റിബാ, അവശേഷിക്കുന്ന പലിശ എന്താണെങ്കിലും ശരി അതെല്ലാം മിന്നത്തോടെ ഒഴിവാക്കണേ, അവസാനിക്കണേ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ, ഈമാൻ ഉണ്ടെങ്കിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, റബ്ബിനെ പേടിക്കണേ. അവശേഷിക്കുന്ന പരീക്ഷ ഇന്നത്തോടെ വേണ്ടെന്ന് വെക്കണേ, ഒഴിവാക്കണേ എന്നാണ് ആയത്തിന്റെ സാരം. മാത്രവുമല്ല അടുത്ത ആയത്ത് പറഞ്ഞു, ഫഇല്ലം തഫ്അലു, ഫഇല്ലം തഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ, ഇത് ഒഴിവാക്കാൻ തയ്യാറല്ല എങ്കിൽ, പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, അത്തരം കൊടുക്കൽ വാങ്ങലുകൾ അതൊക്കെ അവസാനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ, ഫഅ്ദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, പടച്ച റബ്ബും അവന്റെ റസൂലും ഇതാ നിങ്ങളുടെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ആ യുദ്ധത്തിന് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക, തയ്യാറായിക്കൊള്ളുക. പടച്ച റബ്ബുമായി യുദ്ധം ചെയ്യാൻ, റസൂലുമായി യുദ്ധം ചെയ്യാൻ ഇതാ ഒരുങ്ങിക്കോ, നിങ്ങൾക്കെതിരെ യുദ്ധ വിളംബരമുണ്ട് എന്നാണ് 279 ആയത്തിൽ അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പരിചയപ്പെടുത്തിയത്. അതേപോലെ മറ്റായത്തിൽ പറഞ്ഞു, യംഹഖുല്ലാഹു റിബാ വയുർബിസ് സദഖാത്ത്, അല്ലാഹു തആല പലിശയെ മായ്ച്ചു കളയും, വയുർബിസ് സദഖാത്ത്, സദഖകളെ പരിപോഷിപ്പിക്കുകയും ചെയ്യും. സദഖ ബറക്കത്താണെങ്കിൽ പലിശ ഉള്ള ബറക്കത്തിനെ കൂടി ഇല്ലാതാക്കുന്ന കാര്യമാണ് എന്നർത്ഥം. പലിശ അല്ലാഹു തആല മായ്ച്ചു കളയുമെന്ന് പറഞ്ഞാൽ എല്ലാ ബറക്കത്തും അതിലൂടെ ഇല്ലാതായി തീരുമെന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇത്ര വലിയ പാപമായ കാര്യം എല്ലാ അർത്ഥത്തിലും ഹറാമാണെന്ന് തർക്കമില്ലാത്ത വിധം ഖുർആൻ കൊണ്ട്, ഹദീസ് കൊണ്ട്, ഇജ്മാഅ് കൊണ്ട് എല്ലാം സ്ഥിരപ്പെട്ടൊരു കാര്യം. ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ, ന്യായങ്ങൾ പറയാൻ ഒരു വിശ്വാസിക്ക് സാധിക്കാവതല്ല. അത്ര വ്യക്തമായി ആയത്തുകൾ, ഹദീസുകൾ നബിതങ്ങൾ പറഞ്ഞല്ലോ, ശപിച്ചുവെന്നാണ്. പലിശ ഭക്ഷിക്കുന്നവനെ, അത് ഭക്ഷിപ്പിക്കുന്നവനെ, പലിശ ഭക്ഷിക്കുന്നവനെയും അത് ഭക്ഷിപ്പിക്കുന്നവനെയും അത് എഴുതി വെക്കുന്നവനെയും ഭക്ഷിക്കുന്നവനെയും എല്ലാം ശപിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അവരൊക്കെ തുല്യരാണ്. എല്ലാവരും തുല്യരാണ്, എല്ലാവരും ഒരുപോലെയാണ് എന്നാണ് പറഞ്ഞത്. വാങ്ങുന്നവരും കൊടുക്കുന്നവനും ഒരുപോലെയാണ്, എഴുതുന്നവനും സാക്ഷി നിൽക്കുന്നവനും എല്ലാം സമമാണ് എന്നാണ്. കുറ്റത്തിൽ ഏറ്റ വ്യത്യാസമില്ല എന്നർത്ഥം. അയാളല്ലേ പലിശ വാങ്ങുന്നത്, ഞാൻ അയാളെ കണക്കെഴുതുന്നേയുള്ളൂ, ഇല്ല, അത് പറയാവതല്ല. ഞാൻ സാക്ഷി മാത്രമേ ആയിട്ടുള്ളൂ, ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുമ്പോൾ ഒരു സാക്ഷിയായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇല്ല, എല്ലാവരും ഒരുപോലെയാണ് എന്നർത്ഥം. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ബാങ്കിനെ ആശ്രയിച്ച് ലോൺ എടുത്ത് മാസാമാസം പലിശ കൊടുക്കുന്ന എത്രയോ ആളുകൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും വീടുകൾ അന്വേഷിക്കുമ്പോൾ പല വീടുകളും പണയത്തിലാണ്. ആധാരം വെച്ച് പണമെടുക്കുന്നവർ, സ്വർണ്ണാഭരണം വെച്ച് പണം വാങ്ങുന്നവർ, അതിന് മാസാമാസം പലിശ കൊടുക്കുന്നവർ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ശാപം കിട്ടാൻ, റസൂലിന്റെ ശാപം കിട്ടാൻ നിമിത്തമാണ് പഠിപ്പിക്കപ്പെട്ട കാലത്തെ എങ്ങനെയാണ് നിസ്സാരമായി കാണാൻ നമുക്ക് സാധിക്കുക. ആഭരണം വിറ്റാ പണം ലഭിക്കും, പക്ഷെ അത് വിറ്റാ പിന്നെ വാങ്ങലുണ്ടാവില്ല എന്ന ന്യായം, ആ ന്യായം പറഞ്ഞിട്ടാണ് പലപ്പോഴും കൊണ്ടുപോയി പണയപ്പെടുത്തുന്നത്. ആധാരങ്ങൾ, വാഹനങ്ങൾ, അതേപോലെ എന്തെല്ലാം നമ്മുടെ കയ്യിൽ അസറ്റായിട്ടുണ്ടോ അതെല്ലാം പണയപ്പെടുത്തി അതിനൊക്കെ പണം വാങ്ങിയിട്ട് മാസാമാസം പലിശ കൊടുക്കാൻ യാതൊരു മനസ്സാക്ഷിത്വമില്ലാത്തവരായി മുസ്ലിം ഉമ്മത്ത് മാറിയിരിക്കുന്നു. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റു പല വഴികളും ഉണ്ടാവാം, ഇല്ലെങ്കിൽ പക്ഷെ വേണ്ടെന്ന് വെക്കേണ്ടി വന്നേക്കാം. എന്നാലും ശരി, അത്തരം വഴികളെ സ്വീകരിക്കാൻ നമുക്കൊരിക്കലും ന്യായമില്ല. കടം കൊടുത്തിട്ട് അത് അധികമായി വാങ്ങുന്നത് പലിശയാണ്. കച്ചവടങ്ങൾ, വ്യത്യസ്തമായ വഴികൾ പലിശയാണ്. ഹിബ എന്ന വാക്കിന് സിയാദത്ത്, വർദ്ധനവ് എന്നാണ് നേരർത്ഥം.
പലിശക്ക് അറബിയിൽ റിബ എന്നാണ് പറയുക. ഖുർആനിലും ഹദീസിലും റിബ എന്ന പദമാണ് ഉപയോഗിച്ചത്. റിബ എന്ന പദത്തിന് വർധനവുണ്ടായി, വളർച്ചയുണ്ടായി എന്നൊക്കെയാണ് നേരെ ഭാഷാർത്ഥം. അഥവാ ഒരു നൽകിയിട്ട് അതിന് ബദലായി വർധനവായി എന്ത് വരുന്നുവെങ്കിലും അതൊക്കെ പലിശയാണ് എന്നാണ്. കുല്ലു ഖർളിൻ ജറ നഫ്അൻ ഫഹുവ റിബ എന്ന ഹദീസ് കാണാം. അഥവാ ഒരു കടം കൊടുത്തിട്ട് ആ കടം കൊണ്ട് എന്തെങ്കിലും ഒരു അധികമായ ലാഭം, അധികമായ ഒരു പ്രയോജനം ലഭിക്കുന്നുവെങ്കിൽ അതുപോലും പലിശയാണ് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. വ്യത്യസ്തമായ വഴികളിൽ പലിശ വരുന്നുണ്ട്. 70 ചില്ലാനം ഭാഗങ്ങളിൽ പലിശ ഉണ്ടാകുമെന്നും ഏറ്റവും ചെറിയത് പോലും സ്വന്തം മാതാവിനെ വ്യഭിചരിക്കും പോലെയാണ് എന്നും വരെ ഹദീസിൽ കാണാൻ കഴിയും. ഏറ്റവും ചെറിയ പലിശ 70 ചില്ലാനം പലിശകൾ, അതിൽ ഏറ്റവും ചെറിയ പലിശ ഒരു മനുഷ്യൻ തന്റെ മാതാവിനെ വ്യഭിചരിക്കും പോലെയാണ് എന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. എത്രമേൽ ഗൗരവമാണ്! സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ കഴിയുമോ നമുക്ക്? എങ്കിൽ അതുപോലെയാണ് ഏറ്റവും ചെറിയ പലിശ. എങ്കിൽ ഏറ്റവും വലിയ പലിശകൾ എത്രയാണ് ഗൗരവമെന്നാണ്. പരലോകത്തും മര്യാദക്ക് മഹ്ശറിൽ പോലും നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പലിശ ഭക്ഷിക്കുന്നവൻ അതേപോലെ ഭക്ഷിപ്പിക്കുന്നവനും എല്ലാവരും മുഹമ്മദ് തങ്ങളുടെ നാവിനാൽ ശപിക്കപ്പെട്ടവരാകുന്നു അവരൊക്കെ എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. സഹോദരങ്ങൾക്ക് ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട്. കടം നൽകി ഡേറ്റിലെത്തിയാൽ അധികമായി വാങ്ങുക. കച്ചവടം ചെയ്തു, വില പറഞ്ഞു ഉറപ്പിച്ചു, ഡേറ്റിലെത്തിയാൽ അധികമായി വാങ്ങുക. എല്ലാം പലിശ തന്നെയാണ്. കേവലം ബാങ്കിൽ പോയി ലോൺ എടുക്കൽ മാത്രമല്ല പലിശ എന്നത്. ഇൻസ്റ്റാൾമെന്റ് കച്ചവടങ്ങൾ നാട്ടിലുണ്ട്. അത് അനുവദനീയമായ വഴിയുണ്ട്, അല്ലാത്ത വഴിയുണ്ട്. ഒരു വസ്തു റൊക്കമായി വിലക്കാണെങ്കിൽ ഇത്ര രൂപ അല്ല, 6 മാസം കൊണ്ട്, 1 കൊല്ലം കൊണ്ട്, 2 കൊല്ലം കൊണ്ടൊക്കെ കുറേശ്ശെയായി പണമടക്കുന്നുവെങ്കിൽ ഇത്ര രൂപ തെറ്റായ കാര്യമല്ല. ഒരു വസ്തു അയാൾ വിൽക്കുന്നു, റെഡി കാശ് ആണെങ്കിൽ 1000 രൂപക്കാണ്, ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ 1500 സ്വാതന്ത്ര്യമുണ്ട്, ആവാം, പാടില്ല എന്നില്ല. ഉടമക്ക് തീരുമാനിക്കാം വില എന്താണ് എന്ന്. വാങ്ങുന്നവന് വേണമെങ്കിൽ വാങ്ങാം, വേണ്ടെങ്കിൽ വാങ്ങാതിരിക്കാം. പക്ഷെ ആ ഡേറ്റിലെത്തിയാൽ പിന്നെ എത്ര ശതമാനം കൂടും അത് പാടില്ല. ആ ഡേറ്റ് അടച്ചില്ല എങ്കിൽ, തെറ്റുന്നുവെങ്കിൽ ഇത്ര ശതമാനം വർദ്ധിക്കുമെന്ന് പറയുന്നതോടുകൂടി പലിശയായി മാറി. കടം കൊടുക്കുന്നു, പകരം എന്താണ്? അവന് വീട് തൽക്കാലം നൽകുന്നു. ഒരു 6 മാസം 1 കൊല്ലം താമസിക്കാൻ ആ വീട് വാടകയൊന്നും വേണ്ട. അവന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ തൽക്കാലം വാങ്ങി, 5 ലക്ഷം ആവശ്യമുണ്ട്. പകരം അവന്റെ വീട് ഇങ്ങോട്ട് താമസിക്കാൻ കൊടുത്തു. 6 മാസം കഴിയുമ്പോ 5 ലക്ഷം തിരിച്ചു കൊടുക്കും, ആ വീട് തിരിച്ചിങ്ങോട്ടും കൊടുക്കും. പലിശയാണ്. അതൊരിക്കലും ഒരു ഇടപാടല്ല, അത് കടം പോലെയാണ്. ആ കടം നൽകിയിട്ട് അത് ഉപകാരം നേടുകയാണ്. കടം നൽകുന്നു, ആ കടത്തിലൂടെ ഉപകാരം എടുക്കുന്നു. പലിശയാണ് എന്നാണ്. വാഹനം നൽകുന്നു, 6 മാസം ഉപയോഗിക്കാൻ വാഹനം വേണം. ആ വാഹനം തൽക്കാലം വിട്ടുകൊടുക്കുന്നു, തിരിച്ച് ഇങ്ങോട്ട് പണം നൽകുന്നു. ആ വാഹനം തിരിച്ചേൽപ്പിക്കുമ്പോൾ പണം അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്നു. വാഹനത്തിന് വാടക ഇല്ല, വാഹനത്തിന് പ്രത്യേകിച്ചൊന്നും പേയ്മെന്റ് ഇല്ല എങ്കിൽ അത് പലിശയാണ്, കടമാണത്, അല്ലാതെ അത് മറ്റു കച്ചവടങ്ങളല്ല. ഷെയർ എന്ന പേരും പറഞ്ഞുകൊണ്ട് പല സ്ഥലത്തും ആളുകൾ കൊണ്ടുപോയി പണം കൊടുക്കുന്നു. 1, 2, 3, 5 ലക്ഷങ്ങൾ കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുക്കുക. മാസാമാസം തൽക്കാലം ഒരു വിഹിതം നൽകും. കൊല്ലാവസാനം കണക്ക് കൂട്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ അതും നൽകും. അതോടുകൂടി പലിശ അല്ലാതായി എന്നാണ് ആളുകളെ ധാരണ. ഇല്ല, അത് മാത്രം പോരാ. അവന്റെ പണം എപ്പോഴാണ് ആവശ്യം വരുന്നത്, 2 മാസം മുമ്പ്, 3 മാസം മുമ്പ്, 6 മാസം മുമ്പ് പറഞ്ഞാൽ ആ പണം തിരിച്ചു കിട്ടുകയും ചെയ്യുമെന്നാണെങ്കിൽ അത് ഷെയർ അല്ല, അത് കടമാണ്. 10 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തു. എപ്പോഴാണ് ആവശ്യം വരുന്നതെങ്കിൽ 3 മാസം മുമ്പ് അറിയിക്കുക. ആ 3 മാസം മുമ്പ് പറഞ്ഞാൽ കൊടുത്ത പൈസ അതേപോലെ തിരിച്ചു കിട്ടും. അതുവരെ മാസാമാസം കിട്ടിയത് ലാഭമെന്ന പേര്, അത് ലാഭമല്ല, ഈ കടത്തിന് പകരം കിട്ടിയതാണ്. ഇത് കടമാണ്, ഇത് ഷെയർ അല്ല. ഷെയർ ആണെങ്കിൽ അവന്റെ പണം എങ്ങനെ അതേപോലെ തിരിച്ചു കിട്ടുക? ഷെയർ ആകുമ്പോൾ പക്ഷെ കൊടുത്ത പണം കുറയുന്നതാണ്, അതിൽ കൂടേണ്ടതാണ്. അവന്റെ ക്യാപിറ്റൽ കൂടിയാൽ ഈ വിഹിതവും കൂടണം, അവന്റെ ക്യാപിറ്റൽ കുറഞ്ഞാൽ ഇതും കുറയണം. അതല്ലാതെ കൊണ്ടുപോയി കൊടുക്കുകയും ആവശ്യം വരുമ്പോൾ ചോദിച്ചാൽ തിരിച്ചു തരികയും അതുവരെ ലാഭം കിട്ടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ലാഭമല്ല. പലിശയ്ക്ക് ലാഭമെന്ന് പേരിട്ടു എന്ന് മാത്രം. അതുകൊണ്ട് മാത്രം അത് ഷെയറായി മാറില്ല, അത് കച്ചവടമായി മാറില്ല, ശുദ്ധമായ പലിശയാണ്. സഹോദരങ്ങൾ, വ്യത്യസ്തമായ വശങ്ങളിൽ ഇന്ന് പലിശ സമൂഹത്തിൽ വ്യാപകമാണ്. അറിഞ്ഞും അറിയാതെയും, അറിയില്ലെന്ന് നടിച്ചുമെല്ലാം അതിൽ പോയി ചാടുന്ന ആളുകളുണ്ട്. അറിയാത്തപ്പോൾ നടിച്ചുകൊണ്ട്
കൊണ്ടുപോയി കൊടുത്ത് മാസാമാസം അതിന്റെ ലാഭവും വാങ്ങി സ്വസ്ഥമായി ജീവിക്കുക, അധ്വാനിക്കേണ്ട കാര്യം പോലുമില്ല. ഈ പണം വീട്ടിൽ വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമില്ല, അവിടെ ജ്വല്ലറി കൊണ്ടുപോയി കൊടുക്കുക, അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞ അവന്റെ സ്ഥാപനം എല്ലാം നഷ്ടത്തിലായി പൂട്ടിപ്പോയാൽ പോലും അവന്റെ വീടും പറമ്പും വിറ്റിട്ടെങ്കിലും നമ്മുടെ പണം തിരിച്ചു തരുമെന്നാണ് അവന്റെ കണ്ടീഷൻ. അതോടുകൂടി അത് ഷെയർ അല്ലാതായി മാറി. അത് ശരിയായ കട മാത്രമാണ്. സഹോദരങ്ങളെ, ഏതൊക്കെ തലത്തിലാണെങ്കിലും പലിശ എന്നത് ഏറെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിൽ ചെറുതായി കാണരുത്. ആളുകൾ ലോൺ എടുക്കുന്നു എന്നൊരു ജപ്തി നോട്ടീസ് വരുമ്പോഴാണ് അതിലും ഓടി വരിക. ഞങ്ങൾക്ക് പല ആളുകളും സമീപിക്കലുണ്ട്. ഈ പലിശയുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, അടയ്ക്കാൻ കഴിയുന്നില്ല, അടവ് തെറ്റി, ഇതാ ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു, സഹായിക്കാൻ പറ്റുമോ? സക്കാത്ത് കമ്മിറ്റിക്ക് അപേക്ഷയുമായി വരുന്നു, പള്ളി കമ്മിറ്റിക്ക് അപേക്ഷയുമായി വരുന്നു, വ്യക്തിപരമായി പലരും വിളിക്കുന്നു, സഹായിക്കാൻ കഴിയുമോ? അപ്പോഴും പരലോകമല്ല ഭയം, ജപ്തിയാണ് ഭയം. ഒരു ഹറാമിൽ പെട്ടുപോയി, വലിയ കുറ്റത്തിൽ പെട്ടുപോയി, ഞാൻ മരിച്ചായ എന്നാവുക വൻപാപമാണ്, കബായിറാണ്, 7 വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ പേടിയുണ്ട്. മരിച്ച ഖബറിൽ പോയി കിടക്കണല്ലോ, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു ഇന്നേ വരെ ഒരാളും വന്നിട്ടില്ല. ആയിരക്കണക്കിന് ആളുകൾ വരാറുണ്ട്. അവരൊക്കെ വരുന്നത് ജപ്തി പേടിച്ചുകൊണ്ടാണ്. അടവ് തെറ്റിപ്പോയി, ഒരുപാട് വലിയ സംഖ്യയായി, എന്താ ചെയ്യുക? സഹായിക്കണമെന്ന് പറഞ്ഞു വരുന്ന ആളുകൾ ആ സഹായമൊക്കെ നൽകി തൽക്കാലം രക്ഷപ്പെടുത്തിയാലോ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പോയി അപ്പുറത്തെ ബാങ്കിൽ നിന്ന് വീണ്ടും ലോൺ എടുക്കുന്നു. ഇങ്ങനെ മക്കളെ പഠിപ്പിക്കാൻ, മക്കളെ കെട്ടിക്കാൻ, വീട് വെക്കാൻ, വാഹനം വാങ്ങാൻ, കച്ചവടം ആരംഭിക്കാൻ തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഓടിച്ചെന്ന് പലതും പണയപ്പെടുത്തി ലോൺ എടുത്ത് മാസാമാസം നൽകുന്ന ആളുകൾ. ന്യായങ്ങൾ പലതും ഉണ്ടാകാം, പക്ഷേ ആ ന്യായങ്ങളൊന്നും അല്ലാഹു റസൂലും അനുവദിച്ച ന്യായങ്ങളല്ല. ഒരു ന്യായം പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ആ ന്യായം അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞാൽ സ്വീകരിക്കപ്പെടുമോ ഇല്ലേ, അതാണ് നോക്കേണ്ടത്, മറ്റൊന്നുമല്ല. ആളുകൾ തൽക്കാലം ബോധ്യപ്പെടുത്താൻ, ആൾക്ക് മുമ്പിൽ നല്ലവരായി നിൽക്കാൻ പല ന്യായങ്ങളും പറയാൻ പറ്റിയേക്കാം. പക്ഷേ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഞാൻ ചെല്ലും, അവിടെ ചെല്ലുമ്പോൾ റബ്ബിനോട് ചോദിക്കും. ആ ചോദ്യത്തിന് എനിക്കുത്തരമായി ഈ ന്യായം പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുമോ ഇല്ലേ, അതിന്റെ കുറ്റത്തിന് ഒഴിവാകുമോ ഇല്ലേ, എങ്കിൽ അൽഹംദുലില്ലാ സമാധാനിക്കാം. ഇല്ല, അവിടെ പറയാൻ പറ്റില്ല. തൽക്കാലം ആൾക്ക് മുമ്പിൽ പഠിച്ചു നിൽക്കാൻ ന്യായം എന്നാണെങ്കിൽ അതിന് പറ്റുമെന്നല്ലാതെ അതുകൊണ്ട് ദീനിയായ ഒരു നിയമത്തെ മറികടക്കാൻ ഒരിക്കലും പര്യാപ്തമല്ല. ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് അവസാനം അല്ലാഹു തആല പറഞ്ഞത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്, ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. സുമ്മ തവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ചെയ്തു കൂട്ടിയ മുഴുവൻ കാര്യങ്ങളും അവിടെ പരിപൂർണമായി നിങ്ങൾക്ക് നൽകപ്പെടുന്ന ദിവസമാണ്. അന്ന് ദുൽമില്ല, അന്യായങ്ങളില്ല. ഈ ആയത്താണ് ഖുർആൻ അവസാനം ഇറങ്ങിയ ആയത്ത്. ഈ ആയത്താണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ ശേഷം അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എന്തുകൊണ്ട് പരീക്ഷ ഒഴിവാക്കണമെന്ന ഉത്തരം ഈ ഒരു ആയത്താണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടങ്ങി ചെല്ലാനുണ്ട്. ലോൺ എടുത്ത് വീട് വെച്ച് അവസാനം നമ്മളങ്ങ് മരിച്ചുപോയി, മറ്റുള്ളവർക്ക് ആ വീട് ഉപയോഗിക്കുന്നു, നമുക്കോ ഖബറിൽ കിടക്കാൻ സമാധാനമില്ലാതെ മഹ്ശറിൽ പോലും മറിഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്ക് മാറി നാളെ നരകത്തിൽ പോയി ആപ്പിക്കേണ്ടുന്ന സാഹചര്യം വന്നാൽ അല്ലാഹുവിന്റെ ശാപം കിട്ടി, റസൂലിന്റെ ശാപം കിട്ടി, അവസാനം സ്വർഗം നഷ്ടപ്പെട്ടുകൊണ്ട് പോയി കിടക്കുന്ന സാഹചര്യം ഉണ്ടായ സഹോദരങ്ങളെ, എല്ലാം വൃഥാവിലായില്ലേ. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ കാണുക. അല്ലാഹുവും റസൂലും ഒരു കാര്യം പഠിപ്പിച്ചാൽ പിന്നെ അതിൽ മാറ്റി തിരുത്താൻ, അതിൽ മറികടക്കാൻ ന്യായമില്ല എന്ന് തിരിച്ചറിയുക, ഉള്ളതനുസരിച്ച് ജീവിക്കാൻ ശീലിക്കുക. ഇല്ലെങ്കിൽ കടങ്ങളുണ്ട്, സക്കാത്തുണ്ട്, ദാനധർമ്മമുണ്ട്, അതൊക്കെ അല്ലാഹു തആല പകരം വെച്ച സംവിധാനങ്ങളാണ്. ആ വഴികളെ ഉപയോഗപ്പെടുത്തുക. അതുമില്ലേ ഉള്ളത് തൃപ്തിപ്പെട്ട് ഉള്ളതുപോലെ ജീവിക്കാൻ പഠിക്കുക എന്നല്ലാതെ അതൊന്നും പലിശകൾക്ക് ന്യായമല്ല എന്ന് നാം തിരിച്ചറിയുക. അല്ലാഹു തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂചിപ്പിക്കപ്പെട്ട പോലെ 7 വൻപാപങ്ങളിൽപ്പെട്ടതാണ് പലിശയുമായി ബന്ധപ്പെടുന്ന ഇടപാടുകൾ എന്നത്.
അസ്ബഉൽ മൂബിഖാത്ത് എന്നാണ് ഹദീസിൽ പ്രയോഗം. മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ ഐ അൽ മുഹ്ലിഖാത്ത് എന്നാണ്. ഒന്നാകെ ഹലാക്കാക്കി കളയുന്ന 7 കാര്യം. ആ 7 കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾ നശിച്ചത് തന്നെ. അതുകൊണ്ടാണ് മൂബിഖാത്ത്, അസ്ബഉൽ മൂബിഖാത്ത്, ഇജ്തനിബു അസ്ബഉൽ മൂബിഖാത്ത്. ഹദീസിലെ പ്രയോഗം അങ്ങനെയാണ്. മൂബിഖത്തായ 7 നിങ്ങൾ ഒഴിവാക്കണേ, വർജിക്കണേ എന്നാണ്. ഒന്നാകെ ഹലാക്കാക്കുന്ന മുഹ്ലിക്, ഹലാക്കാക്കുന്ന, നശിപ്പിച്ചു കളയുന്ന വിനാശകരമായ 7 പാപം. ഒന്ന് ശിർക്കാണ്, അതിൽപ്പെട്ട മറ്റൊന്നാണ് പരിചയം. ശിർക്ക് സംഭവിച്ചാൽ എല്ലാം തകർന്നു പോയി. അശ്ശിർക്ക് ബില്ലാഹ്, ഒന്നാമത്തെ ശിർക്കാണ്. അല്ലാഹുവിൽ പങ്കു ചേർക്കൽ. അല്ലാഹുവിന്റെ നാമങ്ങളിൽ, വിശേഷണങ്ങളിൽ, പ്രവൃത്തികളിൽ, സത്തയിൽ, ഒരു മാത്രം അവകാശപ്പെട്ട ആരാധനയിൽ തുടങ്ങി പടച്ച റബ്ബിന് മാത്രം അവകാശപ്പെട്ട എന്തെങ്കിലും ഒന്ന് അല്ലാഹുവില്ലാത്ത വല്ലവനും വകവെച്ചു കൊടുത്താൽ അതിന്റെ പേര് അശ്ശിർക്ക്. അതാണ് 7 വൻപാപങ്ങളിൽ ഒന്നാമത്തെ പാപം. അത് സംഭവിച്ചാൽ ഹലാക്കായി ആ മനുഷ്യൻ. അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, അല്ലാഹ് എന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് റബ്ബല്ലാത്തവനെ വിളിച്ചാൽ, അല്ലാഹുവിലേക്ക് മാത്രം പോകേണ്ട ഇബാദത്തുകൾ അല്ലാഹുവല്ലാത്തവരിലേക്ക് പോയാൽ, അല്ലാഹുക്ക് അവകാശപ്പെട്ട നാമഗുണ വിശേഷണങ്ങൾ പടപ്പുകൾക്ക് വകവെച്ചു കൊടുത്താൽ, അതോടുകൂടി അൽ മുഹ്ലിഖാത്ത്, ഹലാക്കാക്കുന്ന കാര്യമാണ്. അവന്റെ എല്ലാ അമലും ബാത്തിലായി. ചെയ്തു വെച്ച നിസ്കാരം, നോമ്പും സക്കാത്തും അടക്കം എല്ലാ അമലും ബാത്തിലായി. നരകം നിർബന്ധമായി, സ്വർഗം ഹറാമായി, തൗബ ഇല്ലാതെ അല്ലാഹു തആല പൊറുക്കയില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. ശിർക്ക് ചെയ്യുന്നവന് സ്വർഗം നൽകാതിരിക്കുക എന്നത് അല്ലാഹുവിന്റെ നീതിയാണ് എന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇഗാസത്തുൽ ലഹ്ഫാൻ എന്ന കിതാബിൽ പരിചയപ്പെടുത്തുന്നത്. ശിർക്ക് ചെയ്തവർക്ക് സ്വർഗമില്ല, സ്വർഗം ഹറാമാക്കി എന്നത് പടച്ച റബ്ബിന്റെ നീതിയുടെ ഭാഗമാണ്. സ്വർഗവും ശിർക്കും ഒരിക്കലും സംഗമിക്കാൻ പറ്റുകയില്ല. ശിർക്ക് ചെയ്തവനല്ല സ്വർഗത്തിലാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം അല്ലാഹ് അനീതി ചെയ്യുമെന്നാണ്. അത് ഉണ്ടാവില്ല എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇവിടെ വിശദമാക്കുന്നുണ്ട്. അതിൽപ്പെട്ട മറ്റൊന്നാണ് റിബ, പലിശ. ഇതൊക്കെ മുഹ്ലിഖാത്താണ്, മൊത്തം തകർക്കുന്ന കാര്യമാണ്. എല്ലാ ബറക്കത്തും പോകും, എല്ലാ തൗഫീഖും നഷ്ടപ്പെടും. പലിശയിലൂടെ എത്ര സമ്പാദിച്ചു എന്ന് പറഞ്ഞാലും ആ സമ്പാദ്യമൊന്നും ഉപകാരപ്പെടുകയില്ല. പലിശയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അയാൾ നേട്ടം നേടിയാലും, എത്ര നല്ല വാഹനം വാങ്ങി, വലിയ വീട് വെച്ചു, മക്കളെ പഠിപ്പിച്ചു, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാക്കി, കുറച്ച് ലോണൊക്കെ എടുത്താലും എന്നാലും ഫീസ് കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് ലോൺ എടുത്ത് പഠിപ്പിച്ചതാലും അവർക്ക് വലിയ ദറജയിലേക്ക് എത്തി വിചാരിച്ചാലും ദുനിയാവിൽ പോലും സ്വസ്ഥതയും സമാധാനവും ഇല്ലാതായി. അല്ലാഹു തആല പലിശയെ മായ്ച്ചു കളയുമെന്ന് പറഞ്ഞാൽ എന്നാണ്. അതിന്റെ ബറക്കത്തിനെ മായ്ച്ചു കളയും. സമ്പാദ്യം ഉണ്ടായി, ആ സമ്പാദ്യത്തിന് ബറക്കത്തില്ലെങ്കിൽ പിന്നെന്ത് കാര്യം? ഒരു വീടുണ്ടായി, ആ വീട്ടിൽ ബറക്കത്തില്ല, പടച്ച റബ്ബിന്റെ അനുഗ്രഹം ചൊരിയപ്പെടാത്തൊരു വീടാണെങ്കിൽ പിന്നെ ആ വീട്ടിൽ താമസിക്കാൻ കഴിയും. എന്നും അസമാധാനമായിരിക്കും, എന്നും വിഷമങ്ങളും പ്രയാസങ്ങളുമായിരിക്കും. വീടൊക്കെ ഉണ്ട്, എല്ലാവർക്കും സ്വന്തമായി റൂമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, AC ഉണ്ട്, പക്ഷേ ഉറക്കം വരുന്നില്ല, വീട്ടിനുള്ളിൽ സമാധാനമില്ല. എന്നും പ്രശ്നങ്ങളാണ്, എന്നും ബഹളങ്ങളാണ്, ഭാര്യാഭർത്തൃ പ്രശ്നങ്ങളാണ്, മക്കളും മാതാപിതാക്കളും പ്രശ്നമാണ്. ഒരു സുഖവും സമാധാനവും ഇല്ല. പുറത്തുനിന്ന് കാണുന്നവർക്കോ നല്ല സുഖമാണ് അയാൾക്ക്. അതുണ്ടാവുള്ളൂ പലിശയുമായി ബന്ധപ്പെട്ട്. അല്ലാഹു തആല അതിന്റെ ബറക്കത്തിനെ മായ്ച്ചു കളയുമെന്നാണ്. മാത്രമല്ല മനുഷ്യന്റെ ബുദ്ധിയെ പോലും മരവിപ്പിക്കുമെന്നാണ് പലിശയുമായി ബന്ധപ്പെട്ട്. കാര്യങ്ങൾ നിൽക്കുന്നവരെ മനസ്സിലാക്കാൻ പോലും കഴിയില്ല. ജാഹിലിയ്യ കാലത്ത് പലിശയിൽ മുങ്ങിയ സമൂഹമായിരുന്നു. അവർ പറഞ്ഞു ന്യായമല്ല പറഞ്ഞു. അവര് പറഞ്ഞു ഇന്നമൽ ബൈഉ മിസ്ലുൽ റിബാ, തീർച്ചയായും കച്ചവടം പലിശ പോലെ തന്നെയാകുന്നു. കച്ചവടം പലിശ പോലെയാകുന്നു. ന്യായം പറഞ്ഞിട്ട് പലിശയ്ക്ക് ലഘൂകരണം കണ്ടെത്താൻ, പലിശയെ ലഘൂകരിക്കാനാണ് അവർ മാർഗം കണ്ടെത്തിയത്. അത് പാടില്ല. മുൻകാല സമുദായങ്ങൾക്ക് പോലും അല്ലാഹു തആല പലിശ ഹറാമാക്കിയിട്ടുണ്ട്. തൗറാത്തിൽ, ഇൻജീലിൽ എല്ലാം പലിശ ഹറാമാക്കി അല്ലാഹു തആല പ്രത്യേകമായ അധ്യാപനം നൽകിയിട്ടുണ്ട്. അഹ്ലു കിതാബിന് പലിശ ഹറാമാണ്. അഹ്ലു കിതാബ് ശപിക്കപ്പെടാൻ കാരണം അല്ലാഹു പറഞ്ഞ ഒരു കാരണം അവർ പലിശ പഠിച്ചുവെന്നാണ്. ശപിക്കപ്പെട്ടു. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു അപ്പേ നിന്റെ കോപത്തിന് വിധേയമായവരെ, അതേപോലെ വഴിപേച്ചു പോയവരുടെ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ ചേർക്കല്ല. ആരാണ് അവർ? മഗ്ദൂബ് അലൈഹിം എന്ന് പറഞ്ഞാൽ യഹൂദികളാണ്, ളാല്ലീൻ എന്ന് പറഞ്ഞാൽ നസ്വാറാക്കളാണ്. അല്ലാഹുവിന്റെ കോപത്തിന് വിധേയമായവർ, വഴിതെറ്റിപ്പോയവർ. എന്താണ് അവർ കോപം കിട്ടാൻ കാരണം? പടച്ച റബ്ബ് കോപിച്ചവരോട് അല്ലാഹ് ശപിച്ചവരെ കാരണം വ്യത്യസ്തമാണ്. ഒരു കാരണം അവർ പലിശ ഭക്ഷിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത്.
സഹോദരങ്ങളെ, ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ ശാപം കിട്ടും, നബി തങ്ങളുടെ ശാപം കിട്ടും, എല്ലാ ബർക്കത്തും നഷ്ടപ്പെടും, ദുനിയാവിലും സമാധാനമില്ലാതാകും, മഹ്ശറിൽ പോലും എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ മറഞ്ഞു വീണുകൊണ്ടിരിക്കും. പിശാചു ബാധയേറ്റ ഒരാള് അവസ്മാര രോഗിയെ പോലെ എണീക്കുമ്പോഴേക്ക് വിറച്ച് വേച്ച് മലർന്നൊലിച്ചു വീഴുന്ന, വീണ്ടും എണീക്കുന്നു, വീണ്ടും വീഴുന്നു. ആ വീഴുന്നവനെ പിശാചബാധ മൂലം പിശാച് മറിച്ചിടുന്ന ഒരാൾ അവനെ പോലെ അല്ലാതെ പരീക്ഷ ഭക്ഷിക്കുന്നവർ നാളെ എഴുന്നേറ്റ് വരികയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 275-ാമത്തെ വചനമാണ്. ആ ഗൗരവത്തെ ഉൾക്കൊള്ളുക. ഏതെങ്കിലും അർത്ഥത്തിൽ പരീക്ഷയുമായി ബന്ധപ്പെടുന്നുവെങ്കിൽ അല്ലാഹു പറഞ്ഞ പോലെ അവശേഷിക്കുന്ന പരീക്ഷയെ നിങ്ങൾ ഒഴിവാക്കുവിനെന്നാണ് കൽപ്പന. എന്ത് നഷ്ടം വന്നാലും ശരി, അത് നഷ്ടമല്ല. എന്തു നഷ്ടം വന്നാലും അത് നഷ്ടമല്ല. വീട് വേണ്ടെന്ന് വെക്കാം, വാടകയ്ക്ക് താമസിക്കാം, വാഹനം വേണ്ടെന്ന് വെക്കാം, മറ്റു വഴികൾ ഉപയോഗപ്പെടുത്താം. എന്നാലും അതാണ് ലാഭം. അല്ലാഹു തആലക്ക് വേണ്ടി ഒരു കാര്യം ഒഴിവാക്കിയാൽ അതിനേക്കാളും ഖൈറായത് റബ്ബ് നൽകാതിരിക്കില്ല എന്ന് നബി തങ്ങൾ സത്യം ചെയ്തു പറഞ്ഞ കാര്യമാണ്. പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് അല്ലാഹ്ക്ക് വേണ്ടി ഒരു കാര്യം ഒരാൾ വേണ്ടെന്ന് വെച്ചു എങ്കിൽ നഷ്ടമാവില്ല. പടച്ച റബ്ബിനേക്കാൾ ഖൈറായത് നൽകുമെന്ന് അല്ലാഹു റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. അതല്ല അല്ലാഹു റസൂലൊക്കെ പറഞ്ഞാലും അതൊന്നും ഈ കാലത്ത് നോക്കാൻ കഴിയില്ല, അതൊന്നും നോക്കിയാലും ഒന്നും നടക്കൂല എന്ന ന്യായം പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കാനാണ്, നബിയുടെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കാനുള്ള ഉദ്ദേശമെങ്കിൽ ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. ഖുർആൻ അല്ലാഹു തആല പരിചയപ്പെടുത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ പേടിച്ചുകൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, അവരെ ഫിത്ന ബാധിക്കുമെന്ന് അവർ പേടിക്കട്ടെ. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവരെ ബാധിക്കുമെന്ന് അവർ പേടിക്കട്ടെ എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് റബ്ബിനെ പേടിക്കുക, അവന്റെയും റസൂലിന്റെയും കൽപ്പനകളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുക. അല്ലാഹു റസൂൽ കാര്യം പറഞ്ഞാൽ അതിനെതിരെ പോകാതിരിക്കാൻ തീർച്ചയായും നമ്മൾ നിർബന്ധ ബുദ്ധി കാണിക്കുക. അത് റബ്ബ് നൽകിയത് എന്താണോ അത് പ്രകാരം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അതല്ലെങ്കിൽ കഴിഞ്ഞു പോകും. പക്ഷേ എല്ലാ ബറക്കത്തും നഷ്ടപ്പെട്ട് സ്വർഗം നഷ്ടപ്പെട്ട് നരകത്തിന്റെ വിറകായി മാറുന്ന അത്രയും ഭാഗ്യപ്പെട്ടവരായിട്ടായിരിക്കും നമ്മുടെ ദുരന്തമുണ്ടാവുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم اشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم ارحم موتانا وموتى المسلمين. اللهم ارحم موتانا وموتى المسلمين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله.